Dear students, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനും അതുപോലെ തന്നെ അതിൻ്റെ സൊല്യൂഷനും ഡിസ്കസ് ചെയ്തിരുന്നു. അത് കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യാം, അത് കാണുക, എന്നിട്ട് ഈ വീഡിയോ കാണുക. ഇന്ന് നമ്മൾ ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ്റെ 3 കേസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് d square x by dt square plus 2k dx by dt plus omega 0 square x is equal to 0 എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിറൈവ് ചെയ്തതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് വിൽ ഗിവ് ദ വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു a1 e raised to minus k plus root of k square minus omega 0 square into t plus a2 e raised to minus k minus root of k square minus omega 0 square t എന്ന ഒരു സൊല്യൂഷനും കിട്ടും. അപ്പോൾ ഈ സൊല്യൂഷനിൽ നിന്നാണ് നമ്മൾ 3 ഡിഫറെൻറ്റ് കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഹിയർ ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓസിലേറ്റിംഗ് ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എക്സ് എന്ന് പറയുന്നത് ആ ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു a1 ഈ റേസ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പോസിബിൾ സൊല്യൂഷൻ ആണ്. ആ പോസിബിൾ സൊല്യൂഷനിൽ നമ്മൾ ആദ്യം ജനറലി കൊടുത്തത് a e raised to alpha t എന്ന് പറയുന്നൊരു കണ്ടീഷനാണ് കൊടുത്തത്, ഒരു സൊല്യൂഷനാണ് കൊടുത്തത്. അതിൽ ആൽഫയുടെ വാല്യൂ നമ്മൾ സോൾവ് ചെയ്ത് കിട്ടിയിരിക്കുന്ന വാല്യൂസ് ആണ്. 2 വാല്യൂസ് കിട്ടി, മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയറും അതുപോലെ തന്നെ മൈനസ് കെ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ എന്ന 2 വാല്യൂസ് കിട്ടി. അപ്പോൾ അതിനെ മോഡിഫൈ ചെയ്ത് എഴുതിയ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എക്സ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ സൊല്യൂഷൻ ആണ് ഈ കാണുന്നത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2ൽ നമുക്ക് ഈ ബ്രാക്കറ്റിനകത്ത് എക്സ്പൊണൻഷ്യലായിട്ട് ബ്രാക്കറ്റിനകത്ത് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ എന്നൊരു വാല്യൂ കാണാം. അപ്പോൾ അതിൽ ഈ കെ എന്ന് പറയുന്നത് ഡാമ്പിംഗ് ഫാക്ടറാണ്. കെ ഇസ് കോൾഡ് ആസ് ദ ഡാമ്പിംഗ് ഫാക്ടർ. ആൻഡ് ഒമേഗ 0 എന്ന് പറയുന്നത് ഇസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി ഓസിലേറ്റർ, അല്ലെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി വിത്തൗട്ട് ഡാമ്പിംഗ് എന്ന് പറയാം. നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി ഓസിലേറ്റർ അല്ലെങ്കിൽ ഫ്രീക്വൻസി വിത്തൗട്ട് ഡാമ്പിംഗ്. അപ്പോൾ ഈ 2 കാര്യങ്ങളെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നു, ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ മൂവ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇതിനനുസരിച്ച് അത് കെ വാല്യൂ ചിലപ്പോൾ ഡാമ്പിംഗ് ചിലപ്പോൾ കൂടുതലാകാം, ചിലപ്പോൾ കുറവാകാം, അത് രണ്ടും ഈക്വൽ ആകാം. അപ്പോൾ ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ 3 ഡിഫറെൻറ്റ് കേസസ് പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ. അപ്പോൾ ആദ്യത്തെ കേസ് ഞാൻ കൊടുക്കാൻ പോകുന്നത് കേസ് 1. കെ എന്ന് പറയുന്ന ഫാക്ടർ ഗ്രേറ്റർ ആണെന്ന് വിചാരിക്കുക. അതായത് കെ സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ ഒമേഗ 0 സ്ക്വയർ. നമ്മൾ ഈ കെയുടെ ബേസിസിലാണ് ഇതിന് പേരിടാൻ പോകുന്നത്. കെ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഒമേഗ 0 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഡാമ്പിംഗ് ഫാക്ടർ ഗ്രേറ്റർ ദാൻ നാച്ചുറൽ ഫ്രീക്വൻസി എന്നല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് ഡാമ്പിംഗ് കൂടുതലായതുകൊണ്ട് ദിസ് കണ്ടീഷൻ ഇസ് കോൾഡ് ആസ് ഓവർ ഡാമ്പിംഗ് കണ്ടീഷൻ എന്ന് പറയും. ഓവർ ഡാമ്പിംഗ് കണ്ടീഷൻ എന്ന് പറയും. കെ സ്ക്വയർ ഗ്രേറ്റർ ആണെങ്കിൽ, ഡാമ്പിംഗ് ഗ്രേറ്റർ ആണെങ്കിൽ അതിനെ നമ്മൾ ഓവർ ഡാമ്പിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഓവർ ഡാമ്പിംഗ് വരുമ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോഡി എന്ന് നമുക്ക് നോക്കാം. ആ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ നിങ്ങൾ കണ്ടല്ലോ. കെ സ്ക്വയർ ഗ്രേറ്റർ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളിതിനെ ഡിഫറൻസ് എടുക്കുമ്പോൾ ഈ റൂട്ടിനകത്ത് കിട്ടുന്ന വാല്യൂ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. റൂട്ടിനകത്ത് കിട്ടുന്ന വാല്യൂ, അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വീണ്ടും ഒരു പോസിറ്റീവ് റിയൽ ക്വാണ്ടിറ്റി കിട്ടും. അതായത് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റിയൽ ക്വാണ്ടിറ്റി ആയിരിക്കും. പോസിറ്റീവ് റിയൽ ക്വാണ്ടിറ്റി. അപ്പം നമുക്കിതിന് ഒരു എളുപ്പ രീതിയിൽ നമുക്കിതിനൊരു സൊല്യൂഷൻ എഴുതാം. ഞാനിവിടെ അസ്യൂം ചെയ്യാണ് ദാറ്റ് പോസിറ്റീവ് റിയൽ ക്വാണ്ടിറ്റി ഈസ് ബീറ്റ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ആയിട്ട് ഞാൻ എന്നെ കൺസിഡർ ചെയ്യുന്നു. സോ ദാറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സൊല്യൂഷൻ ആസ് എക്സ് ഇസ് ഈക്വൽ ടു a1 e raised to minus k പ്ലസ് ബീറ്റ ഇൻറ്റു ടി എന്ന് എഴുതാം, പ്ലസ് a2 e raised to minus k മൈനസ് ബീറ്റ ഇൻറ്റു ടി എന്ന് എഴുതാം. ഇതിനെ വേറെ ഒരു രീതിയിൽ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാം.
ബീറ്റ A1ൻ്റെയും A2യുടെയൊക്കെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേറെ രീതിയിലും കണ്ടുപിടിക്കാം. ഞാൻ പക്ഷേ ഇപ്പോൾ ഒരു എളുപ്പ രീതിയിലാണ് ഈ പറയുന്നത്. x is equal to A1 e raised to minus k plus beta into t എന്നും A2 e raised to minus k minus beta into t എന്നൊരു സൊല്യൂഷൻ എനിക്ക് കിട്ടി. അപ്പോൾ ഡാമ്പിംഗ് കൂടുതലാണെങ്കിൽ എനിക്ക് കിട്ടുന്ന സൊല്യൂഷൻ ഇതാണ്. അതായത് ബോഡിയുടെ ഓസിലേഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്, x is equal to. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ ഇക്വേഷൻ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം നോക്കിക്കേ. ഇ റേസ് ടു മൈനസ് കെ ഇൻറ്റു ടി എന്നൊരു ടേം രണ്ടിലും ഉണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേമിൽ ആ മൈനസ് കെയുടെ ഒരു പ്ലസ് ബീറ്റ വരുന്നു, സെക്കൻഡ് ടേമിൽ മൈനസ് കെയുടെ ഒരു മൈനസ് ബീറ്റ വരുന്നു. മൈനസ് കെ ഇൻറ്റു ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇറ്റ് ഷോസ് ആൻ എക്സ്പെണൻഷ്യൽ ഡിക്രീസ്. ഇപ്പോൾ ഇതൊരു പോസിറ്റീവ് വാല്യൂ ആയിരുന്നു, മൈനസ് ഇല്ല എങ്കിൽ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരുന്നുവെങ്കിൽ ഈ റേസ് ടു കെ ഇൻറ്റു ടി എന്ന് പറയുന്ന ഒരു എക്സ്പെണൻഷ്യൽ ഇൻക്രീസ് കാണിക്കും. പക്ഷേ ഇവിടെ മൈനസ് കെ ഇൻറ്റു ടി ആണ്, അപ്പോൾ ഒരു ഡിക്രീസാണ്. എക്സ്പെണൻഷ്യൽ ഡിക്രീസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഡിക്രീസ് ചെയ്യും. പക്ഷേ ഈ കേസിൽ ഡാമ്പിംഗ് കൂടുതലാകുന്ന കേസിൽ കെ ഇൻറ്റു ടി മാത്രമല്ല ഉള്ളത്, ആ കെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു പ്ലസ് ബീറ്റായും ഇവിടെ ഒരു മൈനസ് ബീറ്റായും കൂടെ ഉണ്ട്. ദാറ്റ് മീൻസ് ഇയാൾ പെട്ടെന്ന് അങ്ങ് സീറോ ആകില്ല. ആഫ്റ്റർ അറ്റൈനിങ് മാക്സിമം വാല്യൂ, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് അത് പെട്ടെന്ന് സീറോയിലേക്ക് വരും. നമുക്കിതിനൊരു ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എക്സിനെ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമുക്ക് y ആക്സിസിലും ടൈമിനെ നമ്മൾ എക്സ് ആക്സിസിലുമായിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കണ്ടീഷൻ നമുക്ക് ഇങ്ങനെ പറയാം. ഓസിലേറ്റിംഗ് ബോഡിയാണ്, അപ്പോൾ നമ്മൾ ആദ്യമേ ബോഡിയെ ഒരു മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്പ്ലേസ് ചെയ്യുന്നു. ദെൻ ആഫ്റ്റർ അറ്റൈനിങ് ദാറ്റ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ, ആ സൊല്യൂഷൻ അനുസരിച്ച് വി ക്യാൻ സി ഫസ്റ്റ് സമയം t is equal to ചെറുതായിരിക്കുമ്പോൾ, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കുറഞ്ഞ് വരും. ദെൻ ആസ് ടൈം പാസസ് വി ക്യാൻ സി ആ ബോഡിയുടെ ഓസിലേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ പോകും. അതായത് അയാൾ പെട്ടെന്ന് സീറോയിലേക്ക് വരില്ല, അയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് വളരെ പതിയെ സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ ഇതിനെ കൊണ്ടുവന്ന് നമ്മൾ സീറോയിലേക്ക് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യേണ്ട, ബിക്കോസ് അത് പെട്ടെന്ന് സീറോ ആവില്ല. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഇടാം. ഓക്കെ, അപ്പോൾ വളരെ പതുക്കെ മാത്രമേ ഇയാൾ സീറോയിലേക്ക് വരത്തുള്ളൂ. ഓക്കെ, ദിസ് ഇസ് ദ കേസ് ഓഫ് ഓവർ ഡാമ്പിങ്. അല്ലാതെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഡാമ്പിങ് കൂടുതലെന്ന് പറഞ്ഞാൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് കൂടുതലാണ്. അപ്പോൾ ഓസിലേറ്റ് ചെയ്യുന്ന ബോഡിയെ അളന്ന് പിടിച്ചു നിർത്തും. ആ സിമ്പിൾ പെൻഡുലം നമ്മൾ ഒരു നല്ല വിസ്കസ് ആയിട്ടുള്ള ഒരു ഓയിലിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു സൈഡിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്നു, എന്നിട്ട് റിലീസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ബോബ് എന്ന് പറയുന്നത് വളരെ സ്ലോയിലേ മൂവ് ചെയ്ത് വരത്തുള്ളൂ. ആദ്യം വരുന്ന വെലോസിറ്റിയിൽ അയാൾ പിന്നീട് ട്രാവൽ ചെയ്യത്തുമില്ല. അതായത് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് റീച്ച് ചെയ്യും തോറും അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് വളരെ പതുക്കെ അയാൾ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് റീച്ച് ചെയ്യത്തുള്ളൂ. പെട്ടെന്ന് സീറോ അറ്റൈൻ ചെയ്യില്ല. ദാറ്റ് മീൻസ് ഇവിടെ ബോഡി ഓസിലേറ്റ് ചെയ്യുന്നില്ല, ഒരു സൈഡിലോട്ട് ഒരു എക്സ്ട്രീമെൻറ്റിലേക്ക് പോയി അവിടെ നിന്ന് വളരെ സ്ലോയിൽ കുറച്ച് സമയമെടുത്ത് അയാൾ സീറോയിലേക്ക് വന്ന് നിൽക്കുന്നു, ഇക്വിലിബ്രിയം പൊസിഷനിൽ വന്ന് നിൽക്കുന്നു. ദാറ്റ് മീൻസ് ദ ബോഡി ഈസ് നോട്ട് ഓസിലേറ്റിംഗ്. അപ്പോൾ ഓവർ ഡാമ്പിംഗ് കണ്ടീഷൻ്റെ പ്രത്യേകത ബോഡി ഓസിലേറ്റ് ചെയ്യുന്നില്ല. ദ മോഷൻ ഇസ് നോൺ ഓസിലേറ്ററി, ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഡെഡ് ബീറ്റ് എന്ന് പറയാം, ഓർ വി ക്യാൻ സേ ഇറ്റ് ആസ് അപീരിയോഡിക് എന്ന് പറയാം. അപീരിയോഡിക്. സോ ദിസ് ഇസ് ദ കണ്ടീഷൻ ഓഫ് ഓവർ ഡാമ്പിംഗ്. ഇതിന് എന്തെങ്കിലും റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഡെഡ് ബീറ്റ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് deadbeat galvanometer is an application of this condition. Then most നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡോർ ക്ലോസറാണ്. ഡോറ് നമ്മൾ കയറി കഴിഞ്ഞൊരു ചില ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം, ഡോറ് നമ്മൾ പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കയറി കഴിഞ്ഞിട്ട് വളരെ പതിയെ ഡോറ് വന്ന് ക്ലോസ് ചെയ്യും. അപ്പോൾ ആ ഡോർ ക്ലോസറൊക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്. സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെക്കൻഡ് കണ്ടീഷൻ, വിച്ച് ഇസ് we can see what happens when the damping factor and the natural frequency is same or they are equal. So the second condition is when the k square is equal to omega 0. So second case is k square is equal to omega 0 square. So this condition is called as critical damping എന്ന് പറയും. Critical damping.
ഡാമ്പിംഗ് ഫാക്ടർ കൂടുതലാണെങ്കിൽ അതിന് ഓവർ ഡാമ്പിംഗ് എന്ന് പറയും. ഡാമ്പിംഗ് ഫാക്ടറും നാച്ചുറൽ ഫ്രീക്വൻസിയും സെയിം ആണെങ്കിൽ അതിനെ നമ്മൾ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്ന് പറയും. സോ നൗ വി ക്യാൻ സീ വാട്ട് ഹാപ്പൻസ് ടു ദ സൊല്യൂഷൻ. ഇപ്പോൾ കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ 0 സ്ക്വയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ റൂട്ടിനകത്ത് കിടക്കുന്ന ടേം 0 ആയിപ്പോവും. ആൻഡ് ദിസ് സൊല്യൂഷൻ reduces to a1 plus a2 e raised to minus kt എന്നായിപ്പോവും. x is equal to a1 plus a2 e raised to minus kt എന്നായിപ്പോവും. Or we can write this as equal to another constant is c into e raised to minus kt, which is not possible. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതാണ് x is equal to a constant e raised to minus kt എന്നൊരു ടേം ഒരു സൊല്യൂഷൻ ഇതിന് പോസിബിൾ അല്ല. അപ്പോൾ ഇത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഇതിന് പോസിബിൾ അല്ല. അതുകൊണ്ട് വി വിൽ മോഡിഫൈ, ഒരു ചെറിയ മോഡിഫിക്കേഷൻ ഇതിനകത്ത് വരുത്തും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ. രണ്ടും സെയിം ആകുമ്പോൾ നമ്മൾ 0 ആണെന്ന് പറയും. പക്ഷേ ഇവിടെ നമ്മൾ ഒരു വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് നമ്മളതിനെ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. അതായത് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച്, എ വെരി സ്മോൾ ക്വാണ്ടിറ്റി, നിയർലി ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാം. നിയർലി ഈക്വൽ ടു 0, 0യ്ക്ക് അടുത്തുള്ള ഒരു ക്വാണ്ടിറ്റി ആയിട്ട് നമ്മളിതിനെ എക്വേറ്റ് ചെയ്യുന്നു. വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ 0 അല്ല, ബട്ട് സംതിങ് 0.0000 സംതിങ് ഒരു വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ. സോ ആ സൊല്യൂഷൻ ബിക്കംസ് എക്സ് ഇസ് ഈക്വൽ ടു a1 e raised to minus k plus h into t plus a2 e raised to minus k minus h into t എന്ന് നമ്മൾ കൊടുക്കും. ഓക്കെ, സോ രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഇതാണ്. നേരത്തെ അപ്രോച്ച് ഇവിടെ പറ്റില്ല, ബിക്കോസ് നേരത്തെ നമ്മൾ ബീറ്റ എന്ന് പറയുന്നൊരു പോസിറ്റീവ് റിയൽ ക്വാണ്ടിറ്റി ആയിരുന്നു. ആൻഡ് ഹിയർ എച്ച് എന്ന് പറയുന്ന വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്, വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് നമ്മൾ അപ്രോച്ചിങ് ടു 0 എന്ന് നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നേരത്തെ അപ്രോച്ച് പറ്റില്ല. സോ ഹിയർ വാട്ട് ഐ എം ഡൂയിങ് ഇസ്, ഞാൻ ഇതിനെ ഇ റേസ് ടു മൈനസ് കെ ഇൻറ്റു ടി എന്ന് പറയുന്ന ടേമിനെ കോമൺ ആക്കി ഇങ്ങ് പുറത്തെടുത്തു. ദെൻ ബ്രാക്കറ്റിനകത്ത് ബാക്കിയുള്ളത് a1 e raised to minus ht ഉണ്ട്, പ്ലസ് ht ഉണ്ട്, പ്ലസ് a2 e raised to minus ht ഉണ്ട്. ഇനി ഇതിനെ ഞാൻ ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുകയാണ്. ആൻഡ് ഐ വിൽ നെഗ്ലക്ട് ദി ഹയർ ഓർഡർ ടേംസ് ഓൾസോ. e raised to minus k into t, ബ്രാക്കറ്റിനകത്ത് a1 e raised to xൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ ഫസ്റ്റ് രണ്ട് ടേം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. 1 പ്ലസ് എക്സ് എന്ന് പറയുന്ന ടേം മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി ടേംസ് ഹയർ ടേംസ് നെഗ്ലക്ട് ചെയ്തു. സോ 1 പ്ലസ് എച്ച് ടി, ഇവിടെ എക്സിന് പകരം എച്ച് ടി, പ്ലസ് a2 ഇൻറ്റു 1 മൈനസ് എച്ച് ടി. റേസ് ടു മൈനസ് എക്സിനെയും ഞാൻ ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് ഹയർ ഓർഡർ ടേംസ് നെഗ്ലക്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഇ റേസ് ടു മൈനസ് കെ ടി, a1 ഇൻറ്റു 1 പ്ലസ് എച്ച് ടി ആൻഡ് a2 ഇൻറ്റു 1 മൈനസ് എച്ച് ടി. ആൻഡ് അഗെയിൻ ഇ റേസ് ടു മൈനസ് കെ ഇൻറ്റു ടി, ബ്രാക്കറ്റിനകത്ത് ഇവിടെ a1, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ a1 പ്ലസ് a1 എച്ച് ടി പ്ലസ് a2 മൈനസ് a2 എച്ച് ടി എന്ന് കിട്ടും. അപ്പോൾ ആ കോൺസ്റ്റൻറ്റ് ടേംസിൻ്റെ രണ്ടും ഞാൻ ഒരുമിച്ചെടുത്തു. ദാറ്റ് ഈസ് a1 പ്ലസ് a2 എന്ന് എഴുതാം, പ്ലസ് a1 മൈനസ് a2 ഇൻറ്റു എച്ച് ഇൻറ്റു ടി എന്ന് എഴുതാം. ഓക്കെ, നൗ ഐ ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് e റേസ് ടു മൈനസ് കെ ടി. ഈ a1 പ്ലസ് a2നെ എനിക്ക് വേറൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് എഴുതാം. ലെറ്റ് ഇറ്റ് ബി സി ഓർ എ എന്തെങ്കിലും എഴുതാം. ദെൻ a1 മൈനസ് a2 ഇൻറ്റു എച്ച് വരെ ചേർത്തിട്ട് ഞാൻ അടുത്തൊരു കോൺസ്റ്റൻ്റ് ആക്കി ഇക്വേറ്റ് ചെയ്തു. ദാറ്റ് ഇസ് ബി ഇൻറ്റു ടി. സോ ഐ ക്യാൻ റൈറ്റ് ദി ഇക്വേഷൻ ആസ് എ പ്ലസ് ബി ഇൻറ്റു ടി എന്ന് എഴുതാം. അപ്പോൾ എനിക്ക് കിട്ടിയ സൊല്യൂഷൻ എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി എ പ്ലസ് ബി ടി എന്നൊരു സൊല്യൂഷൻ കിട്ടി. ദിസ് ഇസ് വാലിഡ് ബിക്കോസ് ഇതിനകത്ത് രണ്ട് കോൺസ്റ്റൻ്റ് ഉണ്ട്. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. 0 എടുത്താൽ നമുക്ക് ഒറ്റ കോൺസ്റ്റൻ്റേ കിട്ടത്തുള്ളൂ. അപ്പോൾ 0യെ ഞാൻ മാറ്റി അതൊരു സ്മോൾ ക്വാണ്ടിറ്റി ആയിട്ട് ഇക്വേറ്റ് ചെയ്തപ്പോൾ എനിക്ക് അവിടെ രണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ തന്നെ കിട്ടി, ഒരു സൊല്യൂഷൻ തന്നെ കിട്ടി. റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു എ പ്ലസ് ബി ടി എന്ന് പറയുന്ന സൊല്യൂഷൻ കിട്ടി. അപ്പോൾ ഈ സൊല്യൂഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ ബോഡി ഓസിലേറ്റ് ചെയ്യുന്നുണ്ടോ? എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു എ പ്ലസ് ബി ടി എന്ന് പറയുന്ന ഇക്വേഷൻ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെയും ബോഡി ഓസിലേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ കുറച്ച് മാറ്റി വരയ്ക്കാം, ഈ സൈഡ് ആക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടും. സോ അഗെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൽ ടി എന്ന് പറയുന്നത് എക്സ് ആക്സിസിലും ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് എന്ന് പറയുന്നത് വൈ ആക്സിസിലുമാണ്. സോ ഹിയർ അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ ആഫ്റ്റർ അറ്റൈനിങ് എ മാക്സിമം വാല്യൂ
ഇത് ഇ റേസ് ടു മൈനസ് കെ ഇൻറ്റു ടി ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഇത് ഡിക്രീസ് ആണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യത്തെ കേസിൽ ടി വളരെ ചെറുതായിരിക്കുമ്പോൾ ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേം ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുക. ബട്ട് ആസ് ടൈം പാസസ് ഇ റേസ് ടു മൈനസ് കെ ടി എന്ന് പറയുന്ന ടേം ഡോമിനേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് പെട്ടെന്ന് തന്നെ ഇയാൾ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ഇങ്ങനെ വന്ന് ഡിക്രീസ് ചെയ്യും. നേരത്തെ ഗ്രാഫിൽ അയാൾ പെട്ടെന്ന് ഡിക്രീസ് ചെയ്തില്ല, നമ്മളിതിനെ എക്സ് ആക്സിസിലോട്ട് ടച്ച് ചെയ്തിട്ടില്ലായിരുന്നു, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ലീവ് ചെയ്തിട്ടേ ഉള്ളായിരുന്നു. ദാറ്റ് ഷോസ് സ്ലോ ഡിക്രീസ് ടു ദ എക്വിലിബ്രിയം പൊസിഷൻ. അതേസമയം ക്രിട്ടിക്കൽ ഡാമ്പിങ് ആകുമ്പോൾ അയാൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ സീറോ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് പെട്ടെന്ന് അയാൾ സീറോയിലേക്ക് എക്വിലിബ്രിയം പൊസിഷനിലേക്ക് വന്ന് നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഡാമ്പിങ് എന്ന് പറയുന്നത്. ഇനി ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിലും ഇവിടെ ബോഡി ഓസിലേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ മോഷൻ എന്ന് പറയുന്നത് നോൺ ഓസിലേറ്ററി തന്നെയാണ്. അപ്പോൾ ഇവിടെയും മോഷൻ ഇസ് നോൺ ഓസിലേറ്ററി ആണ്, ഓർ വി ക്യാൻ സേ ഇറ്റ് ആസ് ജസ്റ്റ് എ പീരിയോഡിക്. നേരത്തെ എന്ന് പറയുന്നത് നമ്മൾ ഡെഡ് ബീറ്റ് എന്ന് പറഞ്ഞു, നോൺ ഓസിലേറ്ററി ആണ്, ആൻഡ് അപീരിയോഡിക് എന്ന് പറഞ്ഞു. ഇവിടെ പെട്ടെന്ന് സീറോയിലേക്ക് വരുന്നത് കൊണ്ട് അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ ജസ്റ്റ് എ പീരിയോഡിക് കണ്ടീഷൻ എന്ന് പറയും. മോഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് എ പീരിയോഡിക് ആണെന്ന് പറയും. ആൻഡ് നൗ മൂവിങ് ഓൺ ടു ദ തേർഡ് കേസ്. അപ്പോൾ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൽ നമുക്ക് രണ്ട് കേസിലും, അതായത് ഡാമ്പിങ് കൂടുതലായപ്പോഴും ബോഡി ഓസിലേറ്റ് ചെയ്യുന്നില്ല, ഡാമ്പിങ്ങും നാച്ചുറൽ ഫ്രീക്വൻസിയും സെയിം ആയപ്പോഴും ബോഡി ഓസിലേറ്റ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ കണ്ടത് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം അടുത്ത കണ്ടീഷൻ നോക്കാം, വെദർ ദ ബോഡി ഓസിലേറ്റ്സ് ഓർ നോട്ട്. അതായത് മൂന്നാമത്തെ കേസ് വേർ എക്സ് അല്ല കെ സ്ക്വയർ is less than omega 0 square. ഒബ്വിയസ്ലി ബാക്കി രണ്ട് കേസും ഓസിലേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഇവിടെ ബോഡി ഓസിലേറ്റ് ചെയ്യും. ഡാമ്പിങ് കുറവാണ് ദാൻ ദ നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പോൾ ഒബ്വിയസ്ലി റെസിസ്റ്റീവ് പവർ കുറവാണ്, ഡിസിപ്പേഷൻ കുറവാണ്, ആസ് എ റിസൾട്ട് ബോഡി ഓസിലേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഡാമ്പിങ് കുറവായതുകൊണ്ട് നമ്മളിതിനെ അണ്ടർ ഡാമ്പിങ് കണ്ടീഷൻ എന്ന് പറയും. അണ്ടർ ഡാമ്പിങ് കണ്ടീഷൻ, underdamping. When k square is less than omega 0 square or k less than omega 0, we can call it as underdamping condition. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. അപ്പോൾ ഇവിടെ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ എന്ന് പറയുന്ന ടേം കെ ലെസ് ആകുമ്പോൾ റൂട്ട് ഓഫ് മൈനസ് റൂട്ടിനകത്തുള്ള ടേം നെഗറ്റീവ് വരും അല്ലേ. അപ്പം ഞാൻ ഇതിനെ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയറിനെ ഒന്ന് തിരിച്ചിടുകയാണ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് മൈനസ് ഓഫ് ഒമേഗ 0 സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് ഈ ഒമേഗ 0 സ്ക്വയർ മൈനസ് കെ സ്ക്വയറിനെ ഞാൻ ഒമേഗ എന്ന് കൊടുക്കുന്നു, ഒമേഗ സ്ക്വയർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, സോ ദാറ്റ് ഐ ഗെറ്റ് ഇറ്റ് ആസ് ഈക്വൽ ടു, ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ I omega എന്ന് കിട്ടും, I omega. So the displacement becomes x is equal to a1 e raised to minus k plus I omega into t plus a2 e raised to minus k minus I omega into t. ഇതാണ് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ സെക്കൻഡ് കേസിൽ ചെയ്തതുപോലെ ഇ റേസ് ടു മൈനസ് കെ ഇൻറ്റു ടിയെ ഞാൻ കോമൺ എടുത്തിട്ട് ഇ റേസ് ടു ഐ ഒമേഗ എന്ന് പറയുന്ന ആ ടേമിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. ഇ റേസ് ടു ഐ തീറ്റ നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ എന്ത് കിട്ടും? ട്രിഗ്നോമെട്രിക് റിലേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ അല്ലേ. അതുപോലെ തന്നെ ഇ റേസ് ടു മൈനസ് ഐ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ എന്ന് കിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്ത് ഞാനിവിടെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഇസ് ഈക്വൽ ടു case 3 k square less than omega 0 square എനിക്ക് ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് a1 e raised to minus k plus I omega into t plus a2 e raised to minus k minus I omega into t. So now e raised to minus k into t is taken outside and a1 e raised to plus I omega into t plus a2 e raised to minus I omega into t എന്ന് കിട്ടി, which is equal to e raised to minus kt a1 e raised to I omega t, ഇവിടെ തീറ്റയ്ക്ക് പകരം ഒമേഗ ടി ആണ്. So this is equal to a1 cos theta plus theta അല്ല omega t cos omega t plus I
sin omega t bracket close plus a2 into cos omega t minus I sin omega t. Then e raised to minus k into t into bracket open ചെയ്യുമ്പോൾ cos omega t യുടെ a1 plus a2 രണ്ട് ടേം വരും, sin omega t യുടെ I sin omega t യുടെ രണ്ട് ടേം വരും. അപ്പോൾ അതിനെ ഞാൻ ഒരുമിച്ച് എഴുതുകയാണ്. ദാറ്റ് ഈസ് a1 plus a2 cos omega t plus I a1 minus a2 sin omega t എന്ന് എഴുതാം. This is equal to e raised to minus k into t. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ നേരത്തെ വന്നതുപോലെ തന്നെ നമുക്ക് രണ്ട് കോൺസ്റ്റൻസ് വന്നു. a1 plus a2 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റും കിട്ടി, a1 minus a2 മൾട്ടിപ്ലൈഡ് ബൈ I അതും ഒരു കോൺസ്റ്റൻ്റ് കൂടെ കിട്ടി അല്ലേ. അപ്പം ഞാൻ ഇതിന് ഇനി പേര് കൊടുക്കണം. a1 plus a2നെ ഞാൻ വേറൊരു കോൺസ്റ്റൻ്റായിട്ട് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ കോൺസ്റ്റൻ്റ് എടുക്കുമ്പോൾ നമുക്കിഷ്ടമുള്ള കോൺസ്റ്റൻ്റ് എടുക്കരുത്. a1 plus a2ന് ഞാൻ കൊടുക്കാൻ പോകുന്നത് a0 sin phi എന്ന് കൊടുക്കാം. ആൻഡ് I ഇൻറ്റു a1 മൈനസ് a2നെ ഞാൻ a0 cos phi എന്ന് കൊടുക്കാം. a0 cos phi. So that I will get the equation as e raised to minus kt. a0 രണ്ടിടത്തും ഉണ്ട്. അപ്പോൾ a0 ഞാൻ ഇനി പുറത്ത് കൊണ്ടുവന്നു. ബ്രാക്കറ്റിനകത്ത് പിന്നീടുള്ളത് sin phi cos omega t പ്ലസ് cos phi sin omega t എന്ന് എഴുതാം. That is x is equal to a0 e raised to minus kt into ബ്രാക്കറ്റിനകത്ത് ഞാൻ ഇതിനെ തിരിച്ചെഴുതുകയാണ്. sin omega t cos phi plus cos omega t sin phi. So that this will give the displacement of the body as a0 e raised to minus k into t sin a cos b plus cos a sin b. It is sin a plus b, that is omega t plus phi. Okay, so this is the solution that I get when k square is less than omega 0 square. omega 0 square. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ സൊല്യൂഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിനകത്ത് ഓസിലേഷൻ വന്നിട്ടുണ്ട്. ദാറ്റ് സൈൻ ഡിനോട്ട്സ് വെദർ ദ ബോഡി ഈസ് ഓസിലേറ്റിംഗ് ഓർ നോട്ട്. അപ്പം ബാക്കി രണ്ട് റിസൾട്ടിൽ നമുക്ക് സൈനോ കോസോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ സൊല്യൂഷനിൽ അതായത് കെ സ്ക്വയർ ലെസ് ആയപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ നമ്മുടെ സൊല്യൂഷനിൽ സൈൻ വന്നു, വിച്ച് ഷോസ് ദ ബോഡി ഈസ് ഓസിലേറ്റിംഗ് മൂവ്മെൻറ്റിനെ മോഷനെ കാണിക്കുന്ന ഒരു സൊല്യൂഷനാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് നേരത്തെ പോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൽ നമുക്കിതിനെ പ്ലോട്ട് ചെയ്യാം. പ്ലോട്ട് ചെയ്യുമ്പോൾ y ആക്സിസിൽ നേരത്തെ പോലെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, എക്സ് ആക്സിസിൽ ടൈമാണ്. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ നോക്കാം. ഇതിനെപ്പോഴാണ് മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും വരും. കാരണം സൈനിൻ്റെ മാക്സിമം മിനിമം അനുസരിച്ച് നമുക്കിതിനൊരു പോസിറ്റീവ് വാല്യൂ ഒരു നെഗറ്റീവ് വാല്യൂവും കിട്ടും അല്ലേ. അപ്പോൾ സൈനിൻ്റെ മാക്സിമം വാല്യൂ +1, മിനിമം വാല്യൂ -1. അപ്പോൾ ഇവിടെ കൊടുക്കാം +1 നമുക്ക് അതുകൊണ്ടാണ് ഞാൻ ഇതിനിങ്ങനെ വരച്ചത്. ഇത് ഒറിജിനാണ്. അപ്പോൾ ഇവിടെ പ്ലസ് വാല്യൂ, ആംപ്ലിറ്റ്യൂഡിൻ്റെ പ്ലസ് വാല്യൂ, ഇവിടെ നെഗറ്റീവ് വാല്യൂ. അപ്പോൾ നമ്മൾ ബോഡിയെ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അയാൾ ഇവിടെ അറ്റൈൻ ചെയ്യും. എപ്പോഴാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരിക? സൈനിൻ്റെ വാല്യൂ +1 ആകുമ്പോൾ. ദെൻ വാട്ട് വിൽ ബി ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്? ദാറ്റ് ഈസ് a0 e raised to minus kt എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ maximum amplitude എന്ന് പറയുന്നത്. Minimum amplitude is when sin omega t plus phi is equal to -1. So the minimum amplitude is minus of a0 e raised to minus kt. ഇപ്പോൾ ഈ ടേം ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻ ബിറ്റ്വീനിൽ ഇയാൾ ഓസിലേറ്റ് ചെയ്യുമെന്നാണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ റേസ് ടു മൈനസ് കെ ഇൻറ്റു ടി എന്ന് പറയുന്ന ടേം ഷോസ് ദാറ്റ് ഇറ്റ് ഈസ് ഡിക്രീസിങ്. അപ്പോൾ ഈ റേസ് ടു മൈനസ് കെ ടി എന്ന് പറയുന്ന വാല്യൂ ദാണ്ട് ഇതാണ്. അത് വിത്ത് എ ടൈം അയാൾ ഡിക്രീസ് ചെയ്യുന്നു. ഇ റേസ് ടു മൈനസ് കെ ഇൻറ്റു ടി എന്ന് പറയുന്ന ടേം, ദിസ് ഇസ് ഇ റേസ് ടു പ്ലസ് കെ ടി ആൻഡ് ദിസ് ഇസ് ഇ റേസ് ടു മൈനസ് കെ ടി. രണ്ട് സൈഡിലും ഇ റേസ് ടു മൈനസ് കെ ടി ഡിക്രീസ് ചെയ്യുന്നു. ഇ റേസ് ടു മൈനസ് കെ ഇൻറ്റു ടി ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദിസ് ഷോസ് ദ ബോഡി വിൽ ഓസിലേറ്റ് ബിറ്റ്വീൻ ദീസ് ടു വാല്യൂസ്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസിൽ ഇങ്ങനെ ഇത് ബോഡി ഓസിലേറ്റ് ചെയ്യും. ആൻഡ് ദിസ് ഇസ് ദ കണ്ടീഷൻ വിച്ച് ഇസ് കോൾഡ് ആസ് അണ്ടർ ഡാമ്പിങ് കണ്ടീഷൻ. അപ്പോൾ അണ്ടർ ഡാമ്പിങ് കണ്ടീഷനിലാണ് ബോഡി ഓസിലേറ്റ് ചെയ്യുന്നത്. ഹിയർ ദ ബോഡി ഈസ് ഓസിലേറ്റിംഗ്, മോഷൻ ഇസ് ഓസിലേറ്റിംഗ്.
Okay, and the period of oscillation T will be equal to 2 pi by omega ആണ്, and which is equal to 2 pi. ഒമേഗയുടെ വാല്യൂ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, that is root of omega 0 square minus k square ആണ് ഒമേഗ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പീരിയഡിലായിരിക്കും ഈ ബോഡി ഓസിലേറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഹാർമോണിക് മോഷനൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷൻ എന്ന് പറയുന്നത് ഈ കണ്ടീഷൻ അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പ്രിംഗ് ബ്ലോക്ക് സിസ്റ്റം എല്ലാം ഇതിൻ്റെ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, thanks for watching. If you like this video, please subscribe. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളത് ഷെയർ ചെയ്യുക. പാർട്ട് 1 എൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതായത് ഇതിൻ്റെ സൊല്യൂഷനും ഡിഫറൻഷ്യൽ ഇക്വേഷനും സൊല്യൂഷനും ഞാൻ പാർട്ട് 1 എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ആവശ്യമുള്ളവർ അതുകൂടെ നോക്കുക.